എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ, തൃപ്തിയായി. എന്നാൽ ഈ സീസണിന്റെ പ്രതീക്ഷയൊക്കെ തീർന്നു. ഇപ്പൊ തന്നെ അവന്മാർ 2 എണ്ണം അടിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഹാഫിൽ എത്ര എണ്ണം അടിക്കുന്ന പോലും അറിയില്ല. ഇനി ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. പിന്നെ ഈ കോച്ച് എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാളെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല. പിന്നെ കളിക്കുന്ന ഇവന്മാര് ലൂണ എന്ന് പറയുന്ന ഒരുത്തൻ ഇല്ലെങ്കിൽ പിന്നെ ഇവന്മാരെ കൊണ്ട് ഒന്നിനും പറ്റില്ല. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, സങ്കടം കൊണ്ട് തന്നെ പറയണം. ആ സ്റ്റേഡിയത്തിൽ നിങ്ങൾക്ക് വേണ്ടി അലറി വിളിക്കുന്ന ആരാധകന്മാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷനോ മാറ്റോ വരുത്ത ഉദ്ദേശമുണ്ടോ? No plan to change. And no plan to impress. But at the end, we are going to destroy them. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പല തവണ ഞാൻ കണ്ടിട്ടുണ്ട് തോറ്റ് തകർന്നു നിൽക്കുന്നിടത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മഞ്ഞ പടയാളികളെ. പക്ഷെ അന്നൊക്കെ ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. കണ്ണു തുറക്കുമ്പോൾ അതൊക്കെ വെറും സ്വപ്നം മാത്രമായിരുന്നു. ഇന്നും ഞാൻ അതുപോലെ തന്നെ ഞെട്ടിയിരുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇത്രനാൾ ഞാൻ കണ്ടിരുന്ന സ്വപ്നത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഞെട്ടിയത്. ടീയേഴ്സ് ഓഫ് ജോയ്. ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല. ഞാൻ ഇതുവരെ കരുതി വെച്ചിരുന്നത് മുംബൈയെ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ പരാജയപ്പെടുത്തിയതാണ് ദ ബെസ്റ്റ് മാച്ച് എന്നാണ്. പക്ഷേ ഒന്നുമല്ല. അന്ന് നമ്മൾ ഏറെ ശക്തരായിരുന്നു. എന്നാൽ ഇന്ന് പ്രതിസന്ധികളോടെ നിസ്സഹായരായി 2 ഗോളുകൾ ആദ്യ പകുതിയിൽ ഇരന്നു വാങ്ങിയ ഈ ടീം, ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച ഈ ടീം, 2ാം പകുതിയിൽ മാത്രം 4 ഗോളുകൾ അടിച്ച് തിരിച്ചു വന്നിരിക്കുന്നു. അതും FC ഗോവയ്ക്കെതിരെ. ഇത് സ്വപ്നമല്ലെന്നറിയാം, പക്ഷെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കൺമുന്നിൽ പിറന്നത്. ഈ മത്സരം പരാജയപ്പെടുമെന്ന് മുൻവിധി എഴുതി സ്റ്റേഡിയത്തിൽ വന്ന് മത്സരം കാണാതിരുന്ന, ആദ്യ പകുതി കണ്ടതിന് ശേഷം ഈ ടീമിനെ പഴിച്ച് സ്റ്റേഡിയം വിട്ടിറങ്ങിപ്പോയ മനുഷ്യരോട് എനിക്ക് സഹതാപം മാത്രമാണ്. ഏറെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, ബഹുമാനത്തോടെ പറയട്ടെ, വെൽ പ്ലേഡ് ബോയ്സ്. ഇതാണ് എൻ്റെ ബ്ലാസ്റ്റേഴ്സ്. സാധാരണ എൻ്റെ വീഡിയോയിൽ ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ചുരുക്കി പറഞ്ഞു പോവാറാണ് പതിവ്. പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചു. സോ കൈൻഡ്ലി വാച്ച് ദിസ്. നമസ്കാരം ഏവർക്കും, ഡോണിക്സ് ക്ലാഷ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിന്റെ കഥ ആരംഭിക്കുന്നത് ഗോവയുമായിട്ടുള്ള ആദ്യ ലെഗ് മത്സരത്തിൽ നിന്നാണ്. അന്ന് നമുക്ക് ലൂണയുണ്ട്, പെപ്രയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ പ്രതീക്ഷകളുമായി ഫത്തോഡയിൽ എത്തിയ ഞങ്ങൾക്ക് 1 ഗോളിന്റെ പരാജയത്തോടെ നിരാശരായി മടങ്ങാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴും ഉറപ്പുണ്ടായിരുന്നു, അന്നുയർന്ന ചാൻഡുകൾക്ക്, കളിയാക്കലുകൾക്ക് ഇവിടെ കൊച്ചിയിൽ മറുപടി കൊടുക്കുമെന്ന്. അങ്ങനെ ആ ദിവസം വന്നെത്തി. പക്ഷെ ഇപ്പോഴത്തെ ഈ ടീമിന്റെ അവസ്ഥ വെച്ചിട്ട് ഈ മത്സരം സ്റ്റേഡിയത്തിൽ പോയി കാണാൻ ശക്തമായ ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. 2024 എന്ന് പറഞ്ഞ ഈ ഒരു വർഷം പിറന്നിട്ട് ഈ മഞ്ഞക്കുപ്പായക്കാർക്ക് ജയം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. ശപിക്കപ്പെട്ട ടീമാണ്. ഇവരെ പിന്തുടരുന്നവരാരും രക്ഷപ്പെടാനും പോകുന്നില്ല. FC ഗോവ ഇന്ന് അവരെ വലിച്ചു കീറുന്നത് കാണാൻ പോകണ്ട എന്ന കുത്തുവാക്കുകൾ ഇങ്ങനെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ മുൻപെപ്പോഴോ വിശ്വസിച്ച ആ വാചകം തന്നെയാണ് ഇന്ന് എന്നെ സ്റ്റേഡിയത്തിൽ പോവാൻ പ്രേരിപ്പിച്ചത്. ബിലീവ് ഇൻ ഇവാനിസം. 18,000 പേരാണ് ഇന്ന് ആ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയത്. ഈ അത്ഭുത കാഴ്ചയെ നഗ്നനേത്രങ്ങളാൽ വീക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച 18,000 പേർ. ചുരുങ്ങിയ കൂട്ടരിൽ നിന്നും ചെറിയ ശബ്ദത്തോടെ ആ മത്സരം ആരംഭിച്ചു. പക്ഷെ ഉയർന്നു തുടങ്ങിയ ശബ്ദത്തെ 8ാം മിനിറ്റിൽ തന്നെ തല്ലിക്കെടുത്തിക്കൊണ്ട് റൗളിംഗ് ബോർജസ് ബ്ലാസ്റ്റേഴ്സിന്റെ വല ആദ്യം കുലുക്കി. പക്ഷെ ഉള്ളിൽ എപ്പോഴും തിരിച്ചുവരവിന്റെ ആ പ്രതീക്ഷകൾ ഉള്ളത് കൊണ്ട് തന്നെ കാത്തിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയും തകർത്തുകൊണ്ട് മത്സരത്തിന്റെ 16ാം മിനിറ്റിൽ മുഹമ്മദ് യാസിറിന്റെ 2ാം ഗോൾ. നിമിഷങ്ങൾ കൊണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് ഈ ടീമും ആരാധകരും വീണുപോയി. എത്ര ശ്രമിച്ചിട്ടും ആരവത്തോടെ ആർത്തു വിളിക്കാൻ സാധിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ഒരുമാതിരി മരവിച്ചൊരവസ്ഥ. ആദ്യ പകുതിയുടെ വിസിൽ മുഴങ്ങിയപ്പോൾ പരാജയത്തെ ഉൾക്കൊള്ളാൻ മനസ്സിനെ തിട്ടപ്പെടുത്തി. ലൂണ ഇല്ലെങ്കിൽ ഈ ടീമിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
പരിശീലകനിലെ വിശ്വാസം വെറും ഒരു ഭംഗിവാക്ക് മാത്രമാണ്. രണ്ടാം പകുതിക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു ലക്ഷ്യവുമില്ലാത്ത ഈ ടീം ഇനി എന്ത് ചെയ്യാനാണ്? സ്വയം പഴിച്ചും കുറ്റപ്പെടുത്തിയും തള്ളി നീക്കിയ നിമിഷങ്ങൾക്കൊടുവിൽ രണ്ടാം പകുതി ആരംഭിച്ചു. മത്സരത്തിന്റെ 51-ാം മിനിറ്റിൽ ദിമിത്രിയോസിനെ ഫൗൾ ചെയ്തതിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. അതുവരെ ഊർജമില്ലാതെ സ്തുതി പാടിക്കൊണ്ടിരുന്ന ആ ഗാലറി ഫ്രീ കിക്ക് എടുക്കാൻ വരുന്ന ഡൈസുക്കിയെ സൂക്ഷിച്ചു നോക്കി. ലൂണ് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് പീസ് സിറ്റുവേഷനുകൾ ആരും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ആ വിലയിരുത്തലുകളെ പൊളിച്ചെഴുതിക്കൊണ്ട് ജപ്പാനിൽ നിന്ന് വന്ന ആ സൗമ്യനായ മനുഷ്യൻ അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നു. ഗോവൻ കവാടത്തെ തുളച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ. ആ ഒരു നിമിഷത്തിൽ അവിടുത്തെ കാലാവസ്ഥ ഒരു ടോപ്പ് ഗിയറിലേക്ക് തന്നെ പോയി. ആവേശാഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. സമയം ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഒരു സമനില കൊണ്ട് പോലും ഞങ്ങൾ തൃപ്തരായിരുന്നു. അങ്ങനെ ഇരിക്കെ മത്സരത്തിന്റെ 80-ാം മിനിറ്റിൽ ഗോവൻ താരത്തിന്റെ കയ്യിൽ തട്ടി ബ്ലാസ്റ്റേഴ്സിന് ഒരു അപ്രതീക്ഷിതമായ പെനാൽറ്റി ലഭിക്കുന്നു. ഫുട്ബോൾ ദൈവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണീർ കണ്ടിട്ടുണ്ടാവും. സുരക്ഷിതമായ കാലുകൾ ആ പെനാൽറ്റി എടുക്കാൻ വന്നപ്പോൾ തന്നെ ഗോൾ എന്ന് ഉറപ്പിച്ചിരുന്നു. അടുത്ത നിമിഷം തന്നെ ദ ഗ്രീക്ക് ഗോഡ് ദിമിത്രിയോസ് ഡയമണ്ടോസ് സമനില ഗോൾ കണ്ടെത്തുന്നു. ഇതിനിടയ്ക്ക് ഘട്ടം ഘട്ടമായിട്ട് കളത്തിലേക്ക് 2 ചെറുപ്പക്കാർ ഇറങ്ങി വന്നു. vukomanovic നടത്തുന്ന ഒരു സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് മാജിക്കൽ ട്വിൻസ് എയ്മൻ ആൻഡ് അസർ. അവിടെ നിന്നും ആ മത്സരത്തിന്റെ ഗതി മാറി തുടങ്ങുകയാണ്. മത്സരത്തിന്റെ 83-ാം മിനിറ്റിൽ ഐമാൻ കൊടുത്തൊരു ക്രോസ് ഹർഷ്ദീപ് സിംഗ് കയ്യിൽ ഒതുക്കാൻ സാധിക്കാതെ നിന്നപ്പോൾ ദിമിത്രിയോസിന്റെ ഫിസിക്കൽ അപ്രോച്ചിലൂടെ 3ാമത്തെ ഗോൾ നേടുന്നു. അതെ, 2 ഗോളിന് പുറകിൽ നിന്ന് ഈ ടീം 3 ഗോളുകൾ അടിച്ച് മടങ്ങി വന്നിരിക്കുന്നു. അൺബിലീവബിൾ എന്നൊരു ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ഇത്. കാരണം ഞങ്ങൾ ഈ ഒരു കാഴ്ച വായ പൊളിച്ചാണ് നോക്കി നിന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് മുഖത്ത് വലിയൊരു പുഞ്ചിരി വിടർന്നു. കണ്ണിൽ നിന്നും കണ്ണീർ പൊലിഞ്ഞു. പക്ഷേ ഈ കഥ അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഇതിനൊരു ടൈലന്റ് കൂടെ ഉണ്ട്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും നിറഞ്ഞാടിയിട്ടും താളം കണ്ടെത്താതിരുന്ന ഫെദോറിന് ദിമിത്രിയോസിന്റെ ഒരു ഫെദർ ടച്ച് പാസ്, ഒരു ഇമ്പോസിബിൾ ആംഗിളിൽ നിന്ന് ഒരു അൺപ്രഡിക്റ്റബിൾ ഷോട്ട് നടത്തിക്കൊണ്ട് ആ വിദേശ താരം തന്റെ വരവറിയിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഒരു മത്സരം അവിശ്വസനീയമായ ഒരു സ്കോറിലേക്ക് ചേക്കേറി കഴിഞ്ഞു. മുൻപ് തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ സമയത്ത് ഞാൻ എപ്പോഴോ പറഞ്ഞിരുന്നു, ഒരു പ്ലെയറിലാണ് ഇനി അവസാന പ്രതീക്ഷയുള്ളത്. അവൻ വന്നാൽ ഈ മത്സരത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഉറപ്പായിരുന്നു. വിപിൻ മോഹനൻ ഒരിക്കലും ഒരു അമിത പ്രതീക്ഷയായിരുന്നില്ല, ഞങ്ങളുടെ അവസാന പ്രതീക്ഷയായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പക്ഷെ ഈ മത്സരത്തിൽ ഒരാളല്ല, എല്ലാവരും ജയിക്കാനുള്ള ആർജവത്തിൽ തന്നെയാണ് കളിച്ചത്. പഞ്ചാബിനെതിരെയുള്ള മത്സരശേഷം ടീമിനോട് ആരാധകർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അണിഞ്ഞിരിക്കുന്ന ബാഡ്ജിന് വേണ്ടി കളിക്കാൻ ആവശ്യപ്പെട്ട ഒരു വീഡിയോ വൈറലായിരുന്നു. ഈ വീഡിയോ കണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് അമ്മാവന്മാർ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ കുറിച്ചു, ഇതൊക്കെ തെറ്റാണ്, നിങ്ങളൊന്നും യഥാർത്ഥ ആരാധകരേ അല്ല. എന്നാൽ ഒന്ന് മനസ്സിലായിക്കോളൂ, അന്ന് അവരോട് അപേക്ഷിച്ച അതേ ആരാധകരാണ് ഇന്നും എന്നും ഈ സ്റ്റേഡിയത്തിൽ വന്ന് ശബ്ദമുയർത്തിയിട്ടുള്ളത്. ഇന്ന് ഈ വിജയത്തിൽ അഭിനന്ദനം അർഹിക്കുന്ന 12ാമത്തെ കളിക്കാരൻ തന്നെയാണ് ഈ ആരാധക കൂട്ടം. അവരില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് മറികടക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. ഇന്നത്തെ വിജയത്തിൽ ഈ ആരാധക കൂട്ടരുടെ ശ്വാസവും ശബ്ദവും പ്രയത്നവും ഒക്കെ ഉണ്ട്. അന്നവർ ഉയർത്തിയ ആ എതിർപ്പിന്റെ ഫലം തന്നെയാണ് ഇന്ന് ഈ മണ്ണിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് AC മുറിയിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ കുത്തിക്കുറിക്കുന്നവരെക്കാൾ സ്റ്റേഡിയത്തിൽ വന്ന് ആർത്തി വിളിച്ച ഈ ആരാധക കൂട്ടർ ഈ വിജയത്തിൽ കയ്യടി അർഹിക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഈ മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ എന്ത് ചർച്ച നടന്നു എന്ന് ഒരിക്കലും അറിയില്ല. പക്ഷെ ഈ മത്സരം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി, ഇവാനിസം ഈസ് റിയൽ.